മുനമ്പം വിഷയത്തിൽ ഇപ്പോൾ പരസ്യ പ്രസ്താവനകൾ വിലക്കിയിരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വം. ലീഗ് നിലപാട് വ്യക്തമാക്കിയതാണെന്നും ഇനി ആരും പരസ്യ പ്രസ്താവനകൾ നടത്തരുതെന്നും സ്വാദിഖ് അലി തങ്ങൾ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രസ്താവനയെ തള്ളി KM ഷാജിയും അതിന് പിന്നാലെ ET മുഹമ്മദ് ബഷീറും രംഗത്തെത്തിയതോടെയാണ് നേതൃത്വത്തിന്റെ ഈ ഇടപെടൽ. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന VD സതീശന്റെ പ്രസ്താവനയോട് മൗനം പാലിക്കുകയായിരുന്നു ലീഗ് നേതൃത്വം. എന്നാൽ KM ഷാജി പ്രതിപക്ഷ നേതാവ് VD സതീശനെ പരസ്യമായി തള്ളിയതോടെ ലീഗ് നേതൃത്വം പ്രതിസന്ധിയിലായി. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിട്ടുകൊടുത്തത്? ഷാജിക്ക് സമാനമായ പ്രതികരണവുമായി ET മുഹമ്മദ് ബഷീർ MPയും രംഗത്തെത്തി. ഇത് വഖഫ് ഭൂമി തന്നെയാണ്, അത് വഖഫ് ഭൂമി അല്ല എന്നുള്ള വാദം തെറ്റാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാണ്. എന്നാൽ മുസ്ലിം ലീഗിന്റെ കൂടെ പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുനമ്പത്തെ നിലപാട് വ്യക്തമാക്കിയിരുന്നത്. അതിനിടെ സ്വന്തം നേതാക്കൾ തന്നെ പ്രതിപക്ഷ നേതാവിനെ ചോദ്യം ചെയ്തതോടെ ഇനി പരസ്യ പ്രസ്താവനകൾ വേണ്ടെന്നാണ് ലീഗിന്റെ നിലപാട്. ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവനകളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ലീഗിന്റെ തീരുമാനം എന്താണെന്ന്. അതുതന്നെയാണ് ലീഗിന്റെ തീരുമാനം, അതിലൊരു മാറ്റമില്ല. നേരത്തെ കോഴിക്കോട് ലീഗിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. യോഗത്തിൽ ഐക്യ നിലപാട് പറഞ്ഞെങ്കിലും സംഘടനകൾ പിന്നീട് ഭിന്ന അഭിപ്രായം പറഞ്ഞിരുന്നു. അതിനിടയിലാണ് കൂടുതൽ സംഭവ വികാസങ്ങൾ. ലീഗ് നേതൃത്വത്തിൽ ഉടലെടുത്ത ഭിന്നാഭിപ്രായങ്ങൾ മുനമ്പം വിഷയത്തിൽ UDFന്റെ പൊതു നിലപാടിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.